ചേച്ചി പടക്കണ മീൻ വേണോ? ഐസ് ഇട്ട് പടക്കണ മീനുണ്ട് മീൻ ഐസിൽ മീൻ ഇട്ട് ഞാൻ മീൻ പടക്കുവോ? ആ ചേട്ടാ ഐസ് ഇട്ട് കഴിക്കാറില്ലേ? അതുപോലെ തന്നെ ഇതും ഐസിട്ട് കഴിക്കും. ഇതാണ് നല്ല നെത്തോലിയുണ്ട്, ചൂരയുണ്ട്, നല്ല കൊഴിയാളുണ്ട്. ഒരുക്കി തരുമോ? ആ ഒരുക്കി തന്നെ വെട്ടിത്തരാം. അതിന് പ്രത്യേകം പൈസ ഉണ്ട് അണ്ണാ. നിങ്ങൾ കടൽ കണ്ടിട്ടുണ്ടാ? ഓ കണ്ടിട്ടുണ്ടല്ലേ. കടാപ്പുറം കണ്ടിട്ടുണ്ടാ? കടാപ്പുറം കണ്ടിട്ടുണ്ട്. കടലിൽ കിട്ടുന്ന മീൻ ഏതൊക്കെയാണ്? അയലുണ്ട്, കോഴിയുണ്ട്. അല്ല കോഴി രശ്മി ഇതെന്താണ് ഇവിടെ നടന്ന അലുമിനിയം ഫാബ്രിക്കേഷൻ? എന്താ അങ്ങനെ പറയാൻ കാരണം? അലുമിനിയം ഫാബ്രിക്കേഷൻ ആയിട്ട് ഇങ്ങനെ തോന്നുന്നു. ഈ സിൽവർ കളർ ഡ്രസ് ഇട്ട് വന്നതിനാണ് എന്നെ അലുമിനിയം എങ്ങനെ പറയുന്നത്? ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട്. ഹലോ ഇനാമിൽ ഗൾ, അതായത് ഇന്ന് മുതൽ ഫ്ലവേഴ്സിന്റെ പാഴ്ചെലവായി ഇദ്ദേഹത്തിനെ പ്രഖ്യാപിക്കുകയാണ്. എനിക്ക് തോന്നിയിരുന്നു നേരത്തെ കുറച്ച് 4 പെമ്പിള്ളേർ വന്നു, കുറച്ച് സമയം വെറുതെ കളഞ്ഞല്ലോ. അതെന്താണ് സംഭവം? അവരുടെ ഓരോ ലീലാവിലാസങ്ങൾ. അത് മറ്റൊരു പാഴ്ചെലവല്ലേ? ഈ ഐസ് ഇട്ട് കഴിഞ്ഞാൽ മീൻ പിടക്കില്ല. പക്ഷേ അങ്ങനെയല്ലാതെ ഐസ് ഇട്ടുകൊണ്ട് പലരുടെയും കാലുകൾ പിടയ്ക്കുന്നത് ഇപ്പൊ നമുക്ക് കാണാം. ഐസിട്ട മീൻ പിടക്കും. ആര് പറഞ്ഞു ഐസിട്ട മീൻ പിടക്കൂലെന്ന്? കുറെ നേരമായിട്ട് ബിനീഷ് ഐസ് ഇട്ട കാല് പിടയ്ക്കും എന്ന് പറയുന്നു. കുറച്ച് ഐസ് ഉണ്ടെങ്കിൽ അവന്റെ തലയിലേക്ക് ഇട്ട് കൊടുക്കും. കാല് പിടയ്ക്കുന്നുണ്ടോന്ന് നോക്കാം. ഐസ് ജീവനുള്ള ഒരു മീനിനെ എടുത്തിട്ട് ഐസിലേക്ക് ഇട്ട പിടക്കണ കാണാം. അതന്നെ നിന്റെ തലയിൽ ഇടുമ്പോ നീ കാല് പിടയ്ക്കുന്നുണ്ടോ ഇല്ലയെന്ന് കാണാമല്ലോ. ഇല്ല, ആ ശരീരത്തൊന്നും അറിയില്ല. ഐസ് കടന്ന് പിടക്കത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് പാഴ്ചെലവ് വിളിക്കുന്നത്. സ്റ്റാർ മാജിക്കില് നമ്മൾ ഇനി പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ഐസ് ബ്രേക്കിംഗ് ചാലഞ്ച്. മാഡം കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിയിട്ടുണ്ടല്ലോ പേരിനൊക്കെ. നമ്മുടെ ഗെയിമിന് സ്റ്റാൻഡേർഡ് കൂടിയാലും അത് കളയാൻ ഇവിടെ ഒരാളുണ്ടല്ലോ. അല്ല സ്റ്റാൻഡേർഡ് അല്ല, അവന്റെ വായിൽ ഒരു ബാൻഡേഡ് ആണ് ഒട്ടിച്ചു കൊടുത്തത്. ശരി, 80s റഹ്മാൻ. അപ്പോ ബാൻഡേഡും സ്റ്റാൻഡേർഡും ഒക്കെ കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഇതാ ഒരു ഗെയിമിലേക്കാണ് പോവാൻ പോണേ. ഹലോ മാഡം, അലുമിനിയം ചരിവും ഞാൻ ചോദിക്കുന്നത് അലുമിനിയം ചരിയല്ലത്. ഇത് പിടിയില്ലാത്ത കത്തി. വെല്ലുവിളി വല്ലതും ഉണ്ടോ? ആരനാട് വഴിയുള്ള വെല്ലുവിളിയാണോ? വിളിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ കളിച്ചാണ് ജയിക്കുന്നത്. ചേട്ടനാ ആ പിള്ളേരാണ് ഇരുന്ന് കളിക്കുന്നത്. ചേട്ടൻ എന്ത് ചെയ്യുന്നത്? ചേട്ടൻ ഗെയിം കളിക്കുന്നു. എന്ത് നയിക്കുന്നു? ഇവർ നയിക്കുന്നുണ്ടോ? ഞാൻ നയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് ബെറ്റ്? ബെറ്റോ? ഞങ്ങൾ ജയിച്ചാലോ? തങ്കച്ചേട്ടാ അനു പറയണ്ട, തങ്കച്ചൻ പറയട്ടെ. അത് സംഭവിക്കുന്നില്ല, അതുകൊണ്ടല്ല അനുവിനെ പറയിപ്പിക്കും. ഞങ്ങൾ ജയിക്കും, അത് ഉറപ്പ്. ഈ പ്രാവശ്യം ഞങ്ങൾ ജയിക്കും അല്ലേ? ബെറ്റ് വെക്കുന്നത് കൊള്ളാം. ഈ ബെറ്റുമായിട്ട് എനിക്കോ എന്റെ മറ്റ് സഹപ്രവർത്തകർക്കോ ഇതിനാൽ അറിയിച്ചുകൊള്ളു. ഞാൻ ഒറ്റയ്ക്ക് മേടിച്ചോളാം. ഞങ്ങൾ ജയിക്കും എന്ന് വിചാരിച്ചോ. ഞാൻ പറഞ്ഞ കാര്യം സുസ്മിനെ വിളിച്ചോണ്ട് വിടുന്നുണ്ട്. ഇങ്ങനെ കാണിക്കത്തില്ലേ? ഇങ്ങനെ അത് ഇവിടെ വെച്ച് നിർത്തണം. ആവശ്യപ്പെടുന്നു. ഇപ്പൊ തന്നെ ലോകത്തുള്ള എല്ലാ മലയാളികളും എന്റെ അടുത്ത് വിളിച്ചാൽ അത് കൊള്ളാം. ഒരാൾക്ക് പേഴ്സണലി അത് ഹേർട്ട് ചെയ്യുന്നുള്ള സാധനങ്ങൾ പുള്ളിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ തങ്കു ഇൻ കേസ് അനു ജയിച്ചാൽ തങ്കു എന്ത് ചെയ്യും? ഞാൻ പറയാം, നല്ല എരിവുള്ള കാന്താരി മുളക് എടുത്ത് കൊടുക്കണം. അത് കഴിച്ചിറക്കണം, ചവച്ച് കഴിച്ചിറക്കണം. എന്നിട്ട് 5 കാന്താരി മുളക് ഒരുമിച്ച് കഴിച്ചിറക്കണം. അനു തോറ്റാൽ ഞാൻ അവർക്ക് പാൽ പായസം വെച്ച് കൊടുക്കണം. അല്ല, തോറ്റാൽ തങ്കു പറയൂ. അതും കൂടെ പറയണേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് ടീം തോൽക്കണോ അവര് ആ ഒരു ടീമിനെ റപ്പ് ചെയ്യുന്ന 2 പേര് മീൻസ് ആരാണോ തോൽക്കുന്നത് അവർ 5 കാന്താരി മുളക് കഴിക്കണം. ഞാൻ സ്റ്റാർ മാജിക് ഹലോ നിങ്ങൾ കുറെ കാന്താരി മുളക് എന്നൊക്കെ പറഞ്ഞിട്ട് ആര് പോയി വാങ്ങുന്നത്? അതെ, സ്റ്റാർ മാജിക്കിലെ നിയമപ്രകാരമുള്ള അടി ഞാൻ വാങ്ങും. അല്ലാതെ ഇവള് പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല. ഞാനും അടി മേടിച്ചോളാം. ഓക്കെ ശരി, ആസ് യൂഷ്വൽ. അപ്പൊ ഇതില് നത്തിങ്. വാട്ട് ഈസ് ചലഞ്ച്? വാട്ട് യു ആർ നോ യുവർ ചലഞ്ച്. ഇവിടെ ഷൂട്ടില്ല, ഇവര് വർത്താനം പറച്ചില്ല. ഇന്ന് ക്യാമറ ഓൺ ചെയ്തിട്ടില്ല. ഈ ലക്ഷ്മി അതിന്റെ കൂടെ കൂടിയേക്കണ്. ക്ഷമിക്കാറ്, ഞാൻ ഇപ്പൊ തന്നെ വരും. ക്ഷമിക്കുക. ഇതിന്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എപ്പിസോഡിന് തുടക്കം കുറിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ബോറടിക്കുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. എങ്കിൽ ആ കീഴ്വഴക്കത്തോടു കൂടി തന്നെ ആയിക്കോട്ടെ. ഇത് എപ്പോഴും കാണുമ്പോ അത്ര വലിയ സുഖിക്കുന്നു. അതാണ് അല്ല, ആർക്ക് സുഖിക്കില്ല. എനിക്ക് സുഖമുണ്ട്. എനിക്ക് സുഖമുണ്ട്. അല്ല, ഈ ഒരു പാട്ടിന്റെ ഒരു സുഖം മാത്രമേ ഉള്ളൂ ജീവിതത്തില്. ജീവിതത്തിലേ പുള്ളിക്ക് ഈ ഒരു പാട്ടിന്റെ സുഖം മാത്രമേ ഉള്ളൂ. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ